നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് കഫക്കെട്ടിനെക്കുറിച്ചാണ്. ഇത് എല്ലാ പ്രായത്തിലുള്ളവർക്കും ഉണ്ടാകുന്ന ഒരു സാധാരണ പ്രശ്നമാണ്. ചെറിയ കുട്ടികൾ മുതൽ പ്രായമായവർ വരെ ഇത് അനുഭവിക്കുന്നു. കഫം എന്നത് നമ്മുടെ ശരീരത്തിലെ മ്യൂക്കസ് മെംബ്രെയിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഉപോൽപ്പന്നമാണ്. മൂക്ക് മുതൽ വായതൊണ്ടാന്തരിക അവയവങ്ങൾ വരെ ഒരു സംരക്ഷണ പാളിയായി ഇത് പ്രവർത്തിക്കുന്നു. എന്തെങ്കിലും ബാക്ടീരിയ, വൈറസ് അല്ലെങ്കിൽ അലർജി ഉണ്ടാക്കുന്ന ഘടകങ്ങൾ ശരീരത്തിൽ പ്രവേശിക്കുമ്പോൾ മ്യൂക്കസ് മെംബ്രെയിൻ അമിതമായി മ്യൂക്കസ് ഉൽപ്പാദിപ്പിക്കുന്നു. ഇത് ശരീരത്തിന്റെ ഒരു സംരക്ഷണ മാർഗമാണ്. പക്ഷേ ഇത് കഫകശ്വാസ തടസ്സമല്ലെങ്കിൽ ആസ്മ പോലുള്ള പ്രശ്നങ്ങൾക്ക് കാരണമാകാം. സാധാരണയായി മ്യൂക്കസ് മൂക്കിലൂടെയും മലത്തിലൂടെയും വിയർപ്പിലൂടെയും പുറന്തള്ളപ്പെടുന്നു. എന്നാൽ അമിതമായ മ്യൂക്കസ് മൂക്കിലോ തൊണ്ടയിലോ വയറിലോ കെട്ടിനിൽക്കുമ്പോൾ പ്രശ്നങ്ങൾ രൂക്ഷമാകുന്നു. ഇനി കഫക്കെട്ടിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേത് പാരമ്പര്യമാണ്. നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും അലർജിയോ കഫക്കെട്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും അത് വരാനുള്ള സാധ്യത കൂടുതലാണ്. രണ്ടാമത്തത് ഭക്ഷണരീതിയാണ്. പാൽ ഉൽപ്പന്നങ്ങൾ, പുളിയുള്ള പഴങ്ങൾ അല്ലെങ്കിൽ അമിതമായ പ്രോട്ടീൻ എന്നിവ കഴിക്കുന്നത് മ്യൂക്കസ് ഉൽപ്പാദനം വർദ്ധിപ്പിക്കും. മൂന്നാമത്തേത് പൊടിയും അലർജി ഉണ്ടാക്കുന്ന മറ്റ് ഘടകങ്ങളുമാണ്. പെട്ടെന്ന് പൊടിയുമായി സമ്പർക്കമുണ്ടാകുന്നത് ചുമതുമ്മൽ അല്ലെങ്കിൽ കഫക്കെട്ട് എന്നിവയ്ക്ക് കാരണമാകും. നാലാമത്തെ കാരണം വൈറൽ അണുബാധകളാണ്. തിൻപനിയോ കോവിഡോ പോലുള്ള രോഗങ്ങൾ മാറിയാലും ചിലരിൽ പ്രശ്നങ്ങൾ തുടരാം. കഫക്കെട്ട്, ചുമ, മൂക്കൊലിപ്പ് എന്നിവ 2-3 മാസം വരെ നീണ്ടുനിന്നേക്കാം. ഇത് നിങ്ങളുടെ രോഗപ്രതിരോധശേഷിയെ ട്രിഗർ ചെയ്യുന്നതുകൊണ്ടാണ്. അവസാനമായി ചില മരുന്നുകളുടെ ഉപയോഗവും ഒരു കാരണമാണ്. ആന്റിബയോട്ടിക്കുകൾ, വേദനസംഹാരികൾ അല്ലെങ്കിൽ കഫം നിയന്ത്രിക്കാനുള്ള മരുന്നുകൾ എന്നിവ ദീർഘകാലം ഉപയോഗിക്കുന്നത് ചിലപ്പോൾ അലർജിക്ക് കാരണമായേക്കാം. ഇനി ഈ പ്രശ്നം എങ്ങനെ നിയന്ത്രിക്കാമെന്ന് നോക്കാം. ആദ്യം ശരീരത്തിൽ നിന്ന് മ്യൂക്കസ് പുറന്തള്ളാൻ സഹായിക്കുക. ധാരാളം വെള്ളം കുടിക്കുക. ഇത് മ്യൂക്കസിനെ അയവുള്ളതാക്കി എളുപ്പത്തിൽ പുറന്തള്ളാൻ സഹായിക്കും. ശ്വസന വ്യായാമങ്ങൾ ചെയ്യുന്നതും നല്ലതാണ്. 3 മുതൽ 5 സെക്കൻഡ് വരെ ശ്വാസം ഉള്ളിലേക്കെടുക്കുക. ശേഷം ശക്തമായി പുറത്തുവിടുക. ഈ രീതി ശ്വാസനാളങ്ങൾ തുറക്കാൻ സഹായിക്കും. ആവി പിടിക്കുന്നതും വളരെ ഫലപ്രദമാണ്. തുളസിപനിക്കൂർക്ക തുടങ്ങിയ ഇലകളിട്ട് ആവി പിടിക്കുന്നത് കൂടുതൽ ഗുണം ചെയ്യും. പ്രകൃതിദത്തമായ രീതികളുമുണ്ട്. പനിക്കൂർക്കയുടെ ഇല ചതച്ച് തേനിൽ ചേർത്ത് കഴിക്കുന്നത് മ്യൂക്കസിനെ അയവുള്ളതാക്കാൻ സഹായിക്കും. കർപ്പൂരം ചെറുചൂടുള്ള വെളിച്ചെണ്ണയിൽ കലർത്തുക. ഇത് തൊണ്ടമൂക്കിന്റെ ഇരുവശങ്ങൾ, നെഞ്ച് എന്നിവിടങ്ങളിൽ പുരട്ടുക. ഇങ്ങനെ ചെയ്യുന്നത് കഫം നേർത്തുപോകാൻ സഹായിക്കും. രാസ്നാദിപ്പൊടി ചെറുനാരങ്ങാ നീരിൽ കലർത്തിപ്പുരട്ടുന്നതും ഫലപ്രദമായ ഒരു മാർഗമാണ്. ജലനേതി എന്നൊരു ക്രിയയുമുണ്ട്. ചെറുചൂടുള്ള ഉപ്പുവെള്ളം ഒരു മൂക്കിലൂടെ ഒഴിച്ച് മറ്റേ മൂക്കിലൂടെ പുറന്തള്ളുന്ന രീതിയാണിത്. ഇത് ഒരു വിദഗ്ധന്റെ മേൽനോട്ടത്തിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ വിദ്യാഭ്യാസപരമായ അറിവിനു വേണ്ടി മാത്രമാണ്. ആരോഗ്യ പ്രശ്നങ്ങൾക്ക് എപ്പോഴും ഒരു യോഗ്യനായ ഡോക്ടറെ സമീപിക്കണം. നിനക്ക് ഈ വിഷയം ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവരോടും ഈ വീഡിയോ പങ്കുവയ്ക്കൂ.